ഹലോ നമസ്കാരം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നത് വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷം ഓഗസ്റ്റ് 1 മുതൽ 7 തീയതി വരെ വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക്, അതായത് മുല ഊട്ടൽ വാരമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അത് എന്തിനാണ് ആചരിക്കുന്നത്? അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മുല ഊട്ടൽ അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാളുടെ ജീവിതത്തിൽ. അതിൻ്റെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത്. എല്ലാ കൊല്ലവും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഈ ഒരാഴ്ചയിൽ ഒരു ദിവസം ഒരു ക്ലാസ് നടത്താറുണ്ട് എല്ലാ അമ്മമാർക്കും. ഇപ്പോൾ ഈ കൊറോണ കാരണം അത് പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ കൂടെ വന്നിട്ടുള്ളത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും 170 രാജ്യങ്ങൾ ഇത് ആഘോഷിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഓരോ തീം ഉണ്ടാക്കും. വാബ എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. അതാണ് ഇതിന്റെ തീം ഉണ്ടാക്കുന്ന സൊസൈറ്റി. 1991 മുതലാണ് ഇത് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഈ വർഷം 2020 തീം സപ്പോർട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ ഹെൽത്തിയർ പ്ലാനറ്റ്. പ്ലാനറ്റ് പറഞ്ഞാൽ നമ്മുടെ ഭൂമി. എങ്ങനെയാണ് ബ്രസ്റ്റ് ഫീഡിംഗ് പ്ലാനറ്റിനെ രക്ഷിക്കാൻ പറ്റുക? അത് നമുക്ക് അറിയണ്ടേ. ആദ്യമായിട്ട് എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി ഈവൻ ഇൻ ക്രൈസിസ്. ഇപ്പോൾ നമുക്ക് കൊറോണ വന്നു, വെള്ളപ്പൊക്കം വന്നു, എന്തൊക്കെ വന്നാലും മുലപ്പാല് നിൽക്കുന്നില്ലല്ലോ. പ്രകൃതി ഒരു അമ്മ വഴി കൂടെ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു അമൃതാണത്. അത് എന്ത് വന്നാലും മുലപ്പാല് നിൽക്കുന്നില്ല, ആ കുഞ്ഞിന് മുലപ്പാല് കിട്ടും. വേറെ അമ്മയ്ക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ജനിച്ച കുട്ടിക്ക് തീർച്ചയായിട്ടും ഭക്ഷണം കിട്ടും. അത് നമ്മുടെ അടുത്ത തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയ ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളെ പ്ലാനറ്റിനെ രക്ഷിക്കുന്നു. രണ്ടാമത്തത്, എല്ലാ അമ്മമാർക്കും ഒരേ ക്വാണ്ടിറ്റി മിൽക്ക്, ഒരേ കോമ്പോസിഷനുള്ള മിൽക്ക് എല്ലാ കുട്ടിക്കും, അത് റിച്ച് ആണെങ്കിലും പുവർ ആണെങ്കിലും ഈക്വൽ ആണ്. ജനിക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഈക്വൽ ആണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരേ മാതിരിയിൽ ഈ അമൃത് കിട്ടുന്നതാണ്. മൂന്നാമത്തത്, ഇപ്പൊ ഈ കാലത്ത് ഒരുപാട് അമ്മമാർ മുലപ്പാൽ കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. അല്ല, നമ്മൾ പറഞ്ഞ രീതിയിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതിന് പകരം പാൽപ്പൊടി ഇല്ലെങ്കിൽ പശുവും പാൽ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ പാൽപ്പൊടി കൊടുക്കുമ്പോൾ എന്താണ്, ഇൻഫന്റ് ഫോമിൽ അത് കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, പാൽപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫാക്ടറി നിർമ്മിക്കണം. ആ ഫാക്ടറി കൂടെ എന്ത് പ്രൊഡക്ഷൻ വന്നാലും തീർച്ചയായിട്ടും അതിന് വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാവും. വേസ്റ്റ് പ്രോഡക്ട്സ് വാട്ടർ പൊല്യൂഷൻ പോകും. അതല്ലാതെ എമിഷൻ ഓഫ് ഗ്യാസ്, അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ എൻവിറോൺമെന്റിലേക്ക് പോയി എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു. അങ്ങനെ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നു അല്ലേ. അതേമാതിരി തന്നെ 1 kg പാൽപ്പൊടി ഉണ്ടാക്കാൻ 400 liters ഓഫ് വാട്ടർ ആണ് വേണ്ടത്. അപ്പോൾ ഡിപ്ലീഷൻ ഓഫ് റിന്യൂവബിൾ റിസോഴ്സസ്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എടുക്കുമ്പോൾ പിന്നെയും ഉണ്ടാകുന്ന റിസോഴ്സസ് ആണ് വെള്ളം, സൂര്യ വെളിച്ചം, കാറ്റ്, അതൊക്കെ. പക്ഷേ വെള്ളത്തിന്റെ അളവ് നമ്മുടെ ഭൂമിയിൽ കുറഞ്ഞു വരികയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ പാൽപ്പൊടി ഉണ്ടാക്കുമ്പോൾ അത്രയും വെള്ളം വേസ്റ്റ് ആവാണ്. പിന്നെ എന്തുണ്ടാക്കിയാലും അതിൽ മായ ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റില്ല. സോ അതും ഒരു കാരണമാണ്. പിന്നെ ദൈവം നമുക്ക് ഇത്രയും നല്ല ഒരു പാല്, ഒരു അമൃതം പോലെ എല്ലാ കുട്ടിക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷൻ, കുഞ്ഞിന് വേണ്ടി പ്രതിരോധ ശക്തി ഉണ്ടാകുന്ന എല്ലാ ഇമ്യൂണോഗ്ലോബുലിൻസും ആന്റിബോഡീസും അടക്കം എല്ലാം കറക്റ്റ് ടെമ്പറേച്ചറിൽ മാനുഫാക്ചറിങ് പോയിന്റ് നിന്ന് ഡയറക്റ്റ് ടു ദ മൗത്ത്. ഇടയിൽ ഒരു കൈയും ഒന്നും ഇടയിൽ വരുന്നില്ല. അപ്പൊ അത്രയും സ്ഥിരമായിട്ടുള്ള പാല് കിട്ടുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇൻഫന്റ് ഫോമിലേക്ക് പോകേണ്ട ആവശ്യം? ആൻഡ് ബ്രിങ്ങിങ് പൊല്യൂഷൻ ടു ദ പ്ലാനറ്റ് ആൻഡ് ഡിസ്ട്രോയിങ് ദ പ്ലാനറ്റ്. ഇത് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഈ വർഷത്തെ തീമിന്റെ മെയിൻ ഉദ്ദേശം. ഞങ്ങളൊക്കെ ആവശ്യമില്ലാതെ ഒരു കുട്ടിക്കും ഇൻഫന്റ് ഫോമുല പ്രിസ്ക്രൈബ് ചെയ്യില്ല എന്നുള്ളൊരു പ്ലഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വർഷം. ഇത്രയും പറഞ്ഞ് ഞങ്ങളുടെ ഡോക്ടർ ഷൺമുരാജ്, പ്രശാന്തി ഹോസ്പിറ്റലിലത്തെ പീഡിയാട്രീഷ്യനാണ്. നിയോനേറ്റോളജി ട്രെയിനിങ് കഴിഞ്ഞതാണ്. പിന്നെ ചൈൽഡ് ന്യൂട്രീഷൻ, ചൈൽഡ് അലർജിനെ പറ്റിയൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ഒരു ഡോക്ടറാണ്. ഡോക്ടറെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഡോക്ടർ നമുക്ക് ആദ്യമായിട്ട് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരും. വെൽക്കം ഡോക്ടർ. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് ഓൾ. മാഡം നേരത്തെ പറഞ്ഞു വി ആർ സെലിബ്രേറ്റിംഗ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക്. എല്ലാ വർഷവും ഒരാഴ്ചയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓഗസ്റ്റ് 1 തൊട്ട് 7 വരെ. സാധാരണ നമ്മൾ ഓരോരോ ഫെസ്റ്റിവൽ, ഫോർ എക്സാമ്പിൾ വിഷു ആകട്ടെ, ദീപാവലി ആകട്ടെ, പെരുന്നാളാകട്ടെ, നമ്മൾ ഒരു ദിവസം മാത്രമേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബ്രസ്റ്റ് ഫീഡിംഗ്
മാത്രം അതിനെക്കുറിച്ച് മാത്രം ഒരാഴ്ചയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് ഈസ് നോട്ട് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ബേബി, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ മദർ, അറ്റ് ദ സെയിം ടൈം ഫോർ ദ ഫാമിലി ആൻഡ് സൊസൈറ്റി ആൻഡ് ഓൾസോ ടു ദ ഹോൾ വേൾഡ്. ഇപ്പോൾ മാഡം നേരത്തെ പ്ലാനറ്റിനെ കുറിച്ച് പറഞ്ഞു, ആൻഡ് ഫോർ ഓൾസോ ദ പ്ലാനറ്റ് ആൻഡ് എൻവിറോൺമെൻറ്റ്. അത് നമ്മുടെ ഈ വർഷത്തെ തീം ഇസ് സപ്പോർട്ട് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ ഹെൽത്തിയർ പ്ലാനറ്റ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ബ്രസ്റ്റ് ഫീഡിങ്. സോ വി ആർ സെലിബ്രേറ്റിംഗ് ബ്രസ്റ്റ് ഫീഡിങ് ഫോർ 1 വീക്ക്. മാഡം പറഞ്ഞതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ് പറഞ്ഞിരുന്നു. യെസ്, ഇറ്റ് പ്രൊവൈഡ്സ് ഐഡിയൽ ന്യൂട്രീഷൻ for the babies, a superior most nutrition to the baby, only breast milk, no other milk will give ideal nutrition, and it contains almost all antibodies. Which prevents from the infections, and also it may reduce the almost the common infections like middle ear infections, diarrhea, all gastrointestinal infections, respiratory infections, pneumonia. It with the breast milk, the exclusive breastfeeding baby, definitely the infections rate will be very much reduced, and it also it promotes healthy weight gain. Note that point. Now എല്ലാ അമ്മമാരും പറയും കുട്ടി പാൽ കുടിച്ച് തൂക്കം കൂടുന്നില്ല, വെയിറ്റ് വെക്കുന്നില്ല എന്ന് പറയും. വെയിറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്, അറ്റ് ദ സെയിം ടൈം ഹെൽത്തി വെയിറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ കൗസ് മിൽക്ക് ആകട്ടെ, ഇൻഫാന്റ് മിൽക്ക് ഫോർമുലാസ് ഡെഫിനറ്റ്ലി പ്രൊഡ്യൂസ് abnormal weight gain, that is for obesity. Obesity will cause so much of problems, not only during the childhood period, and also the long term effect it will affect our heart, the baby will go for diabetic and hypertension, like that obesity will be done. Then one more thing I want to specify, this breast milk baby may make children smart comparative to the infant milk substitute babies. Okay, then long term effects എന്ന് പറഞ്ഞാൽ ഈ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുട്ടികൾക്കും അതേപോലെ ആ 2 years കണ്ടിന്യൂസ്ലി നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുന്ന കുട്ടികൾക്കും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ പ്രിവെന്റ് ഫ്രം ഡയബറ്റിക്, ഹൈപ്പർടെൻഷൻ ആൻഡ് ഓൾസോ സം മെലിഗ്നൻസീസ്, ദറ്റ് ഈസ് ഫോർ സം ക്യാൻസേഴ്സ്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് പറയാനുള്ള അഡ്വാൻറ്റേജസ്. ഇതിനെക്കുറിച്ച് പറയാൻ ഇനി ഒരുപാടുണ്ട്, നമുക്ക് ടൈം പീരീഡ് ഉള്ള കാരണം ഞാൻ അതിനെക്കുറിച്ച് ഒരു ചുരുക്കം പറഞ്ഞതാണ്. പിന്നെ പ്രധാനമായിട്ട് വേറൊരു കാര്യം, നമുക്കൊരു ഫസ്റ്റ് പറഞ്ഞ ഫീഡിങ്, അതായത് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് 3 days നമുക്ക് പറഞ്ഞ മിൽക്ക് കൊളസ്ട്രോൾ, ദറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദറ്റ് കണ്ടെയ്ൻസ് ആൾമോസ്റ്റ് ഇമ്യൂണോഗ്ലോബുലിൻസ്. ഇറ്റ് ഇംപ്രൂവ്സ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബൂസ്റ്റ് അപ്പ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം. സോ ആദ്യം പറഞ്ഞ പാല് കൊളസ്ട്രോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്ക് ആദ്യം റൗണ്ട്സിൽ പോകുമ്പോൾ പറയും ഡോക്ടറെ പാലിൽ കുറച്ചേ വരുന്നുള്ളൂ പറയും. ഈവൻ മിനിമം ക്വാണ്ടിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബേബീസ്. യു ഹാവ് ടു ഗീവ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിനെ പറ്റി എന്തെങ്കിലും ഇനി അധികം പറയാനുണ്ടോ? കൊളസ്ട്രോൾ ഇസ് എന്താ പറയുക, ഇറ്റ്സ് എ ഗോൾഡൻ ഫുഡ് ഫോർ ദ ന്യൂ ബോൺ ബേബി. ആ ഫുഡിനനുസരിച്ച് കൊളസ്ട്രോൾ അതാണ് ദ ബെസ്റ്റ് ഫുഡ് ഫോർ ദ ബേബീസ്. അതിൻ്റെ യെല്ലോ കളർ ഫ്ലൂയിഡാണ്. The quantity will be minimal, but that is enough for the babies. It will maintain the calories for the babies. Thank you, doctor. What is exclusive breastfeeding? Yes, exclusive breastfeeding means the infant receives only breast milk. No other liquids or solids are given, not even a water, with the exception of vitamins or minerals or medicines if needed. ഇത് എത്ര കാലം ഇങ്ങനെ കൊടുക്കണം ഡോക്ടർ? Exclusive breastfeeding should be given till 6 months, up to the age of 6 months. അപ്പോൾ ഡോക്ടർ 6 months വരെ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് 6 months എന്നുള്ളൊരു പീരിയഡ് വെച്ചിട്ടുള്ളത്? Up to 6 months the breast milk is enough to maintain the calories, to maintain the nutrition for the babies. Up to the 6 months, if babies receives cow's milk or any other infant formula, definitely it will immature gastrointestinal tract will lead on to the indigestive problems and also for the infections. So better to go for exclusive breastfeeding. Definitely it will give optimal growth to the babies and it will contain almost all nutrients as I already told. Yes, doctor. പലപ്പോഴും നമ്മൾ അമ്മമാർ പറയുന്നത് കേൾക്കാം, പാല് തികയുന്നില്ല, അത് ശരിക്കും തികയാത്തതാണോ? അതും പറഞ്ഞിട്ട് മുലപ്പാലും കൗസ് മിൽക്ക് ഇല്ലെങ്കിൽ ആട്ടും പാല്, ഇൻഫന്റ് ഫോർമുല ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യം വരുമോ ഒരു അമ്മയ്ക്ക്? ഈസ് ഇറ്റ് റൈറ്റ് ദാറ്റ് ദേ ആർ ടെല്ലിംഗ് ദേ ഡോണ്ട് ഹാവ് ഇനഫ് മിൽക്ക്? അങ്ങനെയില്ല. ഒരു കുട്ടീനെ ജനിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യമുള്ള പാല് അമ്മക്ക് കിട്ടും. ആ പാല് തന്നെ മതിയായിരിക്കും. അമ്മക്ക് ആവശ്യമുള്ള കുട്ടിക്കുള്ള പാല് അത് തന്നെ മതിയായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. കൗസ് മിൽക്ക് ഇസ് നോട്ട് ഗുഡ് ഫോർ
newborn babies and also for the infants. Up to the age of 1 year, cow's milk is not good for the babies. Definitely ഒരു ഹ്യൂമൻ സ്പെസിഫിക് സ്പീസീസ് സ്പെസിഫിക് ആണ്. ഒരു അമ്മയുടെ പാല് കുട്ടിക്കാണ്, അതേപോലെ ഒരു കൗസ് മിൽക്ക് അതിൻ്റെ ഒരു കുട്ടിക്കാണ് ആവശ്യം. ഡെഫിനറ്റ്ലി ടിൽ ദ ഏജ് ഓഫ് അപ് ടു ദ ഏജ് ഓഫ് 1 year ഡെഫിനറ്റ്ലി കൗസ് മിൽക്ക് നമ്മുടെ പിള്ളേർക്ക് ആവശ്യമില്ല, കൊടുക്കാൻ പാടില്ല. സോ മെനി ഡിസഡ്വാൻറ്റേജസ് ആർ ദ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലാണ്. കൗസ് മിൽക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇൻഫെക്ഷൻ റേറ്റ് കൂടും, gastrointestinal problem will be there. So better to go for human species specific milk, that is human milk for the babies. ഒരുപാട് അമ്മമാര് അവർക്ക് സംശയമാണ്, വാവയ്ക്ക് അത്യാവശ്യം പാല് കിട്ടിയോ, കുഞ്ഞിന്റെ വയറ് നിറഞ്ഞോ എന്നുള്ളത് അവർ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുക? കുഞ്ഞിന്റെ വയറ് നിറഞ്ഞോ, കുഞ്ഞിന് അത്യാവശ്യം പാല് കിട്ടി എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? പോയിന്റ് വൺസ് ബേബി ഡെഫിനറ്റ്ലി ഒരു കുട്ടിക്ക് അത്യാവശ്യമുള്ള പാല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫാക്ടേഴ്സ് ഒക്കെ അത്യാവശ്യം യൂറിനേഷൻ നമ്മൾ നോക്കാം. മോർ ദാൻ 5 times per day അത്യാവശ്യം കുട്ടി യൂറിൻ പോയിട്ടുണ്ടെങ്കിൽ ദ ബേബി ഈസ് ഗെറ്റിംഗ് എനഫ് മിൽക്ക്. അറ്റ് ദ സെയിം ടൈം ബേബി ഈസ് സ്റ്റേബിൾ ആൻഡ് ആക്റ്റീവ്. പിന്നെ ശരിക്കും പാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കരച്ചിലുണ്ടാവാതെ നല്ലപോലെ ഉറക്കമുണ്ടാവും. പിന്നെ മോസ്റ്റ് ഓഫ് ദ ബേബീസ് വിൽ ക്രൈ ഫോർ ഓൺലി ഹങ്കർ ക്രൈ ഇസ് ദ കോമണസ്റ്റ് കാസ് ഫോർ ക്രൈ. അപ്പോൾ അങ്ങനത്തെ ക്രൈ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ റൗണ്ട്സ് പോയാലും കുട്ടി കരയും, അവർ അമ്മമാർ കയ്യിലെടുത്ത് നടക്കും. ദാറ്റ് ഷുഡ് നോട്ട് ബി ദാറ്റ്. ബിക്കോസ് എത്രത്തോളം കുട്ടി സക്കിങ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഫീഡിങ് ഉണ്ടാവും. ദാറ്റ് ഇസ് ബെസ്റ്റ് ഗാലക്ടോഗോഗ് ഇസ് സക്ലിംഗ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ആ സമയത്തിൽ കുട്ടി കരയുമ്പോൾ വിശന്നിട്ടാണ് കരയുന്നത്, ആ സമയത്ത് നമ്മൾ നല്ലപോലെ പാല് കുടിപ്പിക്കണം. അത് അത്യാവശ്യം പാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി ശരിക്കും സ്റ്റേബിൾ ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. അതേ സമയത്ത് നല്ലപോലെ ഉറക്കം ഉണ്ടാവും. സ്റ്റൂൾസ് വിൽ ബി സോഫ്റ്റൻ. അറ്റ് ദ സെയിം ടൈംസ് യൂറിനേഷൻ നേരത്തെ പറഞ്ഞതുപോലെ മോർ ദാൻ 5 times ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം അത്യാവശ്യം ബേബിക്ക് പാല് കിട്ടുന്നുണ്ട്. ഒരുപാട് അമ്മമാര് പ്രത്യേകിച്ച് ഈ സമ്മർ സീസണിൽ ചൂട് കാലത്ത് കുഞ്ഞിന് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മുലപ്പാൽ കൊടുത്ത് പിന്നെയും ചൂടുവെള്ളം കൊടുക്കാറുണ്ട്. അത് ആവശ്യമുണ്ടോ? മാഡം നേരത്തെ അതിനെ സ്പെസിഫൈ ചെയ്തു. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് മീൻസ് നോട്ട് ഈവൻ എ വാട്ടർ. ദർ ഇസ് നോ നീഡ് ഈവൻ ഇൻ എനി ടെമ്പറേച്ചർ ഹോട്ട് എൻവയോൺമെന്റ്. ബിക്കോസ് നമുക്ക് ബ്രസ്റ്റ് മിൽക്കിൽ 4 milk ഉണ്ട്, ഹൈ മിൽക്ക് ഉണ്ട്. 4 milkൽ അത്യാവശ്യമുള്ള വാട്ടർ കണ്ടന്റ് നമുക്ക് ഉണ്ട്. അപ്പോൾ അത് മതിയായിരിക്കും. കുട്ടിക്ക് ആവശ്യമുള്ള വാട്ടർ കണ്ടന്റും ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ ഉണ്ട്. ദർ ഇസ് നോ നീഡ് ഫോർ എക്സ്ട്രാ വാട്ടർ ഫോർ ദ ബേബീസ്. ഇപ്പോൾ ഡോക്ടർ 4 milk ഹൈൻഡ് മിൽക്ക് എന്നൊക്കെ പറഞ്ഞു, അതൊന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? ആഫ്റ്റർ ദ ഫ്യൂ ഡേയ്സ് കൊളസ്ട്രോൾ കഴിഞ്ഞിട്ട് നമുക്ക് ട്രാൻസിഷണൽ മിൽക്ക് വരും, അത് കഴിഞ്ഞ് മെച്യൂർ മിൽക്ക് വരും. പിന്നെ അമ്മയുടെ ആദ്യത്തെ പറഞ്ഞ പാല് 4 milkആണ്, രണ്ടാമത്തെ കിട്ടണ പാൽ ഹൈ മിൽക്കാണ്. 4 milk കഴിഞ്ഞാൽ 4 milk ഇസ് വെരി തിൻ ആൻഡ് വാട്ടറി. ഹൈ മിൽക്ക് ഇസ് thick and creamy ആയിരിക്കും. The high milk contains more fat and high calories. 4 milk വന്ന് rich in lactose. അപ്പോൾ അത്യാവശ്യം കുട്ടിക്ക് വാട്ടർ കണ്ടന്റും അത്യാവശ്യം ലാക്ടോസ് ഒക്കെ 4 milkലുണ്ട്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഹൈ മിൽക്കിലുണ്ട്. അപ്പോൾ 4 milk ആൻഡ് ഹൈ മിൽക്ക് ബോത്ത് രണ്ടും തന്നെ കുട്ടികൾക്ക് ആവശ്യം. ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്, കുട്ടി പാൽ കുടിച്ചു കഴിഞ്ഞാൽ ഒരു 2 minute 3 minute കൊണ്ട് ഞാൻ ബ്രസ്റ്റ് ഫീഡിംഗ് എത്തും. അതങ്ങനെ ചെയ്യാൻ പാടില്ല. We have to empty one breast empty ചെയ്തിട്ട് you have to go for the next breast. So the baby will definitely get both 4 milk and high milk. രണ്ടും കൂടെ ഒരു കുട്ടിക്ക് ആവശ്യമാണ്, അത് രണ്ടും കൂടെ കിട്ടണം. സോ ഒരു ബ്രസ്റ്റ് എംപ്റ്റി ചെയ്ത് കഴിഞ്ഞിട്ട് we have to go for the next breast. പലപ്പോഴും നമ്മൾ റൗണ്ട്സ് പോകുമ്പോൾ അമ്മമാർ കംപ്ലൈൻറ്റ് ചെയ്യും, ഇങ്ങനെ കുട്ടി മുല കുടിച്ച ഉടനെ വയറ്റിന്ന് പോകുന്നു, ലൂസായിട്ട് പോകുന്നു, ഒരുപാട് പ്രാവശ്യം വയറിളകി, കുഞ്ഞ് ക്ഷീണിച്ചു. ഇതിന് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല മാഡം, അത് ട്രാൻസിഷണൽ സ്റ്റൂൾസ് ആണ്, അത് പേടിക്കാണ്ടില്ല. അതർവൈസ് ദ ബേബി ഈസ് സ്റ്റേബിൾ, ദർ ഇസ് നോ ഫീവർ. സിസ്റ്റമിക്കലി ദ ബേബി ഈസ് ഹ്യൂമോഡൈനമിക്കലി സ്റ്റേബിൾ ബേബീസ്, ദർ ഇസ് നോ ബ്ലഡ് സ്റ്റെയിൻ സ്റ്റൂൾസ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട, അത് ട്രാൻസിഷണൽ സ്റ്റൂളാണ്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ബേബി ആണെങ്കിൽ ഇൻ ഫ്രീക്വൻസി ഓഫ് സ്റ്റൂൾസ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ദർ ഇസ് നോ നീഡ് ഫോർ പാനിക്. അതർവൈസ് ദ ബേബി ഈസ് സ്റ്റേബിൾ. അതേപോലെ തന്നെ വോമിറ്റിംഗ്, കുട്ടികളെ മുല കുടിപ്പിച്ച് കടത്തി വോമിറ്റ് ചെയ്തു എന്ന് പറയും. ദാറ്റ് ഈസ് ഓൾസോ നോർമൽ. ആ സമയത്ത് നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കണം. ഫീഡിംഗ് പൊസിഷനും ബർപ്പിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അമ്മമാർ പാല് കുടിപ്പിക്കുന്ന പൊസിഷൻ, മദർ ഷുഡ് ബി ഇൻ എ വെരി കംഫർട്ട് പൊസിഷൻ, അതാണ് മെയിൻ. പിന്നെ പാല് കുടിപ്പിക്കുമ്പോൾ നോട്ട് ഓൺലി ദ നിപ്പിൾ ഏരിയകളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കുടിപ്പിക്കേണ്ടത്. എന്ത് തന്നെ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് എയർ സ്വാലോ ചെയ്യും. അപ്പോൾ നമ്മൾ നല്ലപോലെ ബർക്ക് ചെയ്തിട്ട് കിടത്തി കഴിഞ്ഞാൽ ആ റിഫ്ലക്സ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, ആ വോമിറ്റിംഗ്. If the baby is gaining weight, നമുക്ക് ഡയറിയ and vomiting അതിനെക്കുറിച്ച് നമ്മൾ there is no need for panic. ചിലപ്പോൾ മാസം തികയാതെ പ്രസവിക്കുന്നുണ്ടല്ലോ അമ്മമാരെ, ആ മാസം തികയാത്ത കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് മാനേജ്മെന്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
for all preterm IUGR or term babies, breast milk is the best milk. That is the golden milk, golden food for the babies. അതിൽ എന്ത് വ്യത്യാസമില്ല. But the preterm suckling reflex കുറവാണ്, not appropriate for weight കുറവാണെന്ന് ആണെങ്കിൽ we can go for express breast milk through പാലാട. Or we sometimes even the babies അങ്ങനെയും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ express breast milk with the tube feeding കൂടെ കൊടുക്കാം. But ഏത് preterm baby ആണെങ്കിലും better to go for a breast milk. If the baby is able to sucking, the baby is hemodynamically stable, then you can go for directly breastfeeding. So doctor 6 മാസം വരെ only breast milk എന്നാണ്. So 6 മാസം കഴിഞ്ഞ് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? 6 months കഴിഞ്ഞ് we can till അതേ same I am repeating exclusive breastfeeding up to the age of 6 months. 6 months കഴിഞ്ഞിട്ട് you have to go for the weaning. Weaning food start ചെയ്യുന്നത് we can go for better to go for homemade foods. You can go for cereal based ragi, banana powder, etc. അത് പറ്റാത്ത സമയത്തിൽ you can go for the infant substitutes. അതിനോടൊപ്പം we can go for vegetables, fruits പതുക്കെ നന്നായിട്ട് തുടങ്ങാം mashed ആയിട്ട്. പിന്നെ you can, if you want to go add a meat products 9 months പിന്നെ egg at the same time for the age of 1 year നമുക്ക് വീട്ടിൽ ഏത് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ ആ ഫുഡ് കുട്ടിക്ക് കിട്ടണം. ദാറ്റ് ഈസ് ഫാമിലി പാർട്ട് ഫീഡിങ്. അതിനായിട്ട് കുട്ടിക്കായിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ കുറേ ആൾക്കാർ പറയും മിക്സിയിൽ ആഫ്റ്റർ 1.5 years 2 years മിക്സിയിൽ ഫുഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതൊക്കെ ദാറ്റ് ഇസ് ബിക്കോസ് ചൂയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ അറ്റ് ദ ഏജ് ഓഫ് 1 year നമ്മൾ വീട്ടിൽ ഏത് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ ആ ഫുഡ് തന്നെ കുട്ടിക്കും കൊടുക്കണം. അതിനായിട്ട് ഫാസ്റ്റ് ഫുഡ്സോ അങ്ങനെയൊന്നും വീട്ടിൽ അതിന് വേണ്ടി ഹോട്ടലിൽ വാങ്ങി കൊടുക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാം. ബെറ്റർ യു ഗോ ഫോർ ഹോംമേഡ് പ്രിപ്പറേഷൻ അറ്റ് ദ ഏജ് ഓഫ് 1 year. ഡോക്ടർ പറയുന്നത് വീനിങ് ഫുഡ്സിന്റെ ഒപ്പം ബ്രസ്റ്റ് മിൽക്ക് കണ്ടിന്യൂ ചെയ്യണം. You have to continue breast milk till the age of 2 years. That is very important. അത് breast milk നിർത്താൻ പാടില്ല. Exclusive breastfeeding for up to the age of 6 months. After 6 months you have to continue breastfeeding up to the age of 2 years. ഡോക്ടറെ, ഇപ്പോൾ കോവിഡ് പാൻഡമിക് ഉള്ളതല്ലേ, എല്ലാവർക്കും സംശയമുണ്ട്. ഒരു പോസിറ്റീവ് അമ്മയോ അല്ലെങ്കിൽ പോസിറ്റീവ് ആവാൻ ഉള്ള സംശയമുള്ള ഒരു അമ്മമാർ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പാടോ, ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ കുട്ടിക്ക് കോവിഡ് ഉണ്ടാവോ, അങ്ങനത്തെ സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിന്റെ കാര്യം ഒന്ന് പറഞ്ഞു തരും. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ടൈമിൽ നേരത്തെ പറഞ്ഞ അതേപോലെ റിപ്പീറ്റിംഗ് ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് ദ ബെസ്റ്റ് ഫോർ ബേബീസ്, ന്യൂ ബോൺ ബേബീസ്. അത് ആ ബ്രസ്റ്റ് മിൽക്കിലെ എല്ലാ ആൻറ്റിബോഡീസും അതിൽ ഉണ്ട്. ഇതിൽ ഒരു കാര്യം ഗവൺമെൻറ് പോളിസി എന്തെന്ന് നോക്കിയാൽ കോവിഡ് പോസിറ്റീവോ ഓർ സസ്പെക്റ്റീവ് കോവിഡ് പേഷ്യൻസിന് വി ഹാവ് ടു ഗെറ്റ് കൺസേൺ ഫ്രം ദ മദർ ആൻഡ് ദ ഫാമിലി ബൈസ്റ്റാൻഡേഴ്സ്. അത് കഴിഞ്ഞിട്ട് മദർ ഒരു റൂമിലുണ്ടാവണം, ബേബി ഒരു റൂമിലുണ്ടാവണം. ഒരു കെയർ ടേക്കർ വന്നിട്ട് ബേബീനെ വന്ന് ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് പോവാം. ഇഫ് ദ മദർ ഇസ് സ്റ്റേബിൾ ആൻഡ് ഓക്കെ. ബട്ട് അതേ സമയത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് PPE കിറ്റ്, മാസ്ക് ഉണ്ടാവണം, ഗൗൺ ഉണ്ടാവണം, ഗ്ലൗസ് ഉണ്ടാകാം. ഇതൊക്കെ വെച്ചിട്ട് ബ്രസ്റ്റ് ഫീഡ് കൊടുത്തു കഴിഞ്ഞ ഉടനെ വന്നിട്ട് കുട്ടീനെ സിപ്പ് മാറ്റിക്കാം. പിന്നെ ആ സമയത്തിൽ ഫീഡ് ചെയ്യുന്ന സമയത്തിൽ അമ്മ തുമ്മലോ അങ്ങനെ ഒരു കാഫിംഗ് ഒന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കാം. സംടൈംസ് മദർ ആ സമയത്തിൽ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എക്സ്പ്രസ് ബ്രസ്റ്റ് ഫീഡ്. So we can feed the baby. Breastfeeding there is no contraindication as of now. ഡോക്ടറെ, നമുക്ക് താങ്ക് യു വെരി മച്ച്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡോക്ടർ ആൻസർ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഡോക്ടർ പറഞ്ഞത് കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബ്രസ്റ്റ് മിൽക്ക് അത്രയും അമൂല്യമായിട്ടൊരു സാധനമാണ്. പ്രകൃതി നൽകുന്ന ബ്രസ്റ്റ് മിൽക്കിന് പകരം വെക്കാൻ ഒരു സാധനം ഇല്ലാത്തത്, അത്രയും ഒരു അമൂല്യമായിട്ടൊരു സാധനം നമ്മളത് കുഞ്ഞിന് കൊടുക്കാതിരിക്കരുത്. ബേബിയുടെ റൈറ്റ് ആണ്, മുലപ്പാൽ കിട്ടണം എന്നുള്ളത് ബേബിയുടെ റൈറ്റ് ആണ്. ഒരു അമ്മ പ്രസവിച്ച് കഴിഞ്ഞിട്ട് പാലിലുള്ള ന്യൂട്രീഷൻ അമ്മയുടെ ശരീരത്തിലുള്ള എല്ലാ പ്രതിരോധ ശക്തിക്കുള്ള ആന്റിബോഡീസും പിന്നെന്താണ് ഇമ്യൂണോഗ്ലോബുലിൻസും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ആ അമ്മ ജനിച്ച ഉടനെ കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ട് പാല് പ്രസവിച്ച ഉടനെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിനെ ഉള്ളിൽ എത്രയും നേരത്തെ കുടിപ്പിക്കുന്നു അത്രയും നല്ലതാണ്. വിത്തിൻ 1 hour തന്നെ എന്തായാലും ബ്രസ്റ്റ് ഫീഡ് ചെയ്തിരിക്കണം. നമ്മൾ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം. എല്ലാവർക്കും നിങ്ങൾ കേട്ടവരൊക്കെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കണം. മുലപ്പാൽ അത്രയും നല്ലൊരു കാര്യമാണ്. അത് കുഞ്ഞിന് കിട്ടുന്നത് കുഞ്ഞിന്റെ ആരോഗ്യത്തിനും ബുദ്ധി വളർച്ചയ്ക്കും സാമൂഹമായിട്ട് മറ്റേ ബേബീസ് ബി സ്മാർട്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവരുടെ മാനസികമായിട്ട് വളർച്ചയ്ക്കും എല്ലാത്തിനും മുലപ്പാൽ അത്രയും ആവശ്യമാണ്. എല്ലാ കുട്ടികൾക്കും കിട്ടട്ടെ. നമ്മൾ എല്ലാവരും ചേർന്ന് വി വിൽ പ്രൊമോട്ട് ബ്രസ്റ്റ് ഫീഡിങ്. അതാണ് ഈ ഇതിന്റെ ഉദ്ദേശം. താങ്ക് യു വെരി മച്ച്.